നമസ്കാരം. ഇന്ത്യയുമായി സമാധാന ചർച്ചയ്ക്ക് പാകിസ്ഥാൻ തയ്യാറാണെന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. ഇറാൻ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളെ കാണുമ്പോഴാണ് പാക് പ്രധാനമന്ത്രി സമാധാന നീക്കത്തിനുള്ള സന്നദ്ധ അറിയിച്ചത്. കാശ്മീർ, ഭീകരവാദം, ജലവിതരണത്തിലെ തർക്കം, വ്യാപാരം എന്നിവയിൽ ചർച്ചയാകാമെന്നാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞത്. ഇറാൻ സന്ദർശനത്തിനിടെ മാധ്യമങ്ങളെ കാണുമ്പോഴായിരുന്നു പാക് പ്രധാനമന്ത്രി സന്നദ്ധ അറിയിച്ചത്. ചർച്ചയ്ക്ക് ഇന്ത്യ തയ്യാറായാൽ പാകിസ്ഥാൻ സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യമായി മാറുമെന്നും അതോടൊപ്പം തന്നെ അതെല്ലാം കാണിച്ചു തരാമെന്നുമാണ് ഷഹബാസ് ഷെരീഫ് പറഞ്ഞിരിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിന് ശേഷം ഇന്ത്യ സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പാകിസ്ഥാന് കനത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ ഭീകരപ്രവർത്തനത്തിന് സഹായം നൽകുന്നത് ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ പ്രതിനിധി സംഘങ്ങൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ ഈ നീക്കത്തിന് രാജ്യാന്തര തലത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചു വരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ പ്രതികരണം എന്നത് ശ്രദ്ധേയമാണ്. നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ നടന്ന ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു. ഇതിന് പിന്നാലെ ഇന്ത്യയിലേക്ക് തൊടുത്ത പാകിസ്ഥാന്റെ ഡ്രോണുകളും അതോടൊപ്പം തന്നെ മിസൈലുകളും ഇന്ത്യൻ പ്രതിരോധ സംവിധാനം തകർത്തിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാനമായ വ്യോമതാവളങ്ങൾ ഇന്ത്യ ആക്രമിക്കുകയും കനത്ത നാശനഷ്ടങ്ങൾ വരുത്തുകയും ചെയ്തിരുന്നു. ഈ മാസം ആദ്യം ഇന്ത്യ നടത്തിയ കൃത്യമായ സൈനിക ആക്രമണങ്ങളെ തുടർന്ന് ഇന്ത്യയുമായി ചർച്ചകളിൽ ഏർപ്പെടാൻ ഇസ്ലാമാബാദ് വീണ്ടും സന്നദ്ധ പ്രകടിപ്പിച്ചതായി റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാലും പാകിസ്ഥാനുമായുള്ള ഏത് സംഭാഷണവും പാക് അധിനിവേശ കാശ്മീരിന്റെയും അതിന്റെ തിരിച്ചുവരവിലും അതോടൊപ്പം തന്നെ ഭീകര പ്രശ്നത്തിലും മാത്രമായി പരിമിതപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുറന്നു വ്യക്തമാക്കിയതാണ്. ഭീകരതയും ചർച്ചകളും ഒരേ സമയം നടക്കില്ല, ഭീകരതയും വ്യാപാരവും നടക്കില്ല, രക്തവും വെള്ളവും ഒരുമിച്ച് ഒഴുകില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ചർച്ചകളുണ്ടെങ്കിൽ അത് തീവ്രവാദത്തെയും പാക് അധിനിവേശ കാശ്മീരിനെയും കുറിച്ചായിരിക്കുമെന്ന് ഞാൻ അന്താരാഷ്ട്ര സമൂഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അന്ന് നരേന്ദ്രമോദി പറഞ്ഞത്. കാശ്മീർ വിഷയത്തിൽ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ മധ്യസ്ഥത വഹിക്കാമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വാഗ്ദാനത്തിന് വ്യക്തമായ മറുപടിയും അന്ന് ഇന്ത്യ നൽകി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഏതൊരു ചർച്ചയും മൂന്നാം കക്ഷിയുടെ പങ്കാളിത്തമില്ലാതെ ഒരു ഉഭയകക്ഷി വിഷയമായി തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ പ്രസിഡന്റ് മസൂദ് ബഷീറുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിൽ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യ യുദ്ധത്തിന്റെ പാത തിരഞ്ഞെടുത്താൽ പാകിസ്ഥാൻ പ്രതികരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകരർ 26 പേരെ കൊലപ്പെടുത്തി 2 ആഴ്ച കഴിഞ്ഞപ്പോൾ മെയ് 7-ന് ഇന്ത്യ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കാശ്മീരിലെയും ഭീകര ക്യാമ്പുകൾ ലക്ഷ്യമിട്ട് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചിരുന്നു. ഇന്ത്യയുടെ ആക്രമണത്തിന് മറുപടിയായി പാകിസ്ഥാൻ സൈന്യം ഇന്ത്യക്ക് നേരെ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചൊരു ആക്രമണം നടത്തിയെങ്കിലും ഇതെല്ലാം തന്നെ നമ്മൾ വലിയ രീതിയിൽ അതിനെ തകർത്ത് തരിപ്പണമാക്കി. കൂടാതെ നമ്മൾ തിരിച്ച് വലിയ രീതിയിലൊരു ആക്രമണം തിരിച്ചടിച്ചതോടെ പാകിസ്ഥാന്റെ സർവനാശത്തിന് തുടക്കമായി. നിരവധി പാകിസ്ഥാൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് നമ്മൾ ആക്രമണം നടത്തി. മെയ് 10-ന് പാകിസ്ഥാൻ വെടിനിർത്തലിനായി ഇന്ത്യയെ സമീപിച്ചു. സൈനിക തലത്തിലുള്ള ചർച്ചകൾക്ക് ശേഷം ശത്രുത അവസാനിപ്പിക്കാൻ ഇരു രാജ്യങ്ങളും ഒടുവിൽ ധാരണയിലെത്തി. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.